ഗുഡ് മോദി കെയർ മോർണിംഗ്. മോദി കെയർ അട്ടപ്പാടി. നമുക്ക് മോദി കെയർ പരിവർത്തൻ എന്താന്ന് നോക്കാം. പരിവർത്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താ? രൂപാന്തരണം അല്ലേ? നമുക്ക് രൂപാന്തരണമാണ് ആവശ്യം. ഇപ്പോൾ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വെള്ളം ഐസാകാം, ഐസ് വീണ്ടും വെള്ളമാകാം. എന്നാൽ ഒരു പരിവർത്തനോ, ഒരു പുഴുവിൽ നിന്ന് ഒരു പൂമ്പാറ്റയായാൽ പിന്നെ ആ ഒരു പൂമ്പാറ്റ വീണ്ടും ഒരു പുഴുവായി മാറുന്നില്ല. ആ ഒരു പരിവർത്തനമാണ് നമ്മളോടും നമ്മുടെ സെമീർജി ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വച്ഛ് ബദലോ, നമ്മുടെ ചിന്തകളെ മാറ്റൂ, നമ്മൾ സ്വയം മാറൂ, നമുക്ക് ഈ ലോകത്തെ തന്നെ മാറ്റാം എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ഇനി നമ്മുടെ ഹോപ്പ് ടു ഫ്രീഡം, നമ്മളൊരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, നമുക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഫാൻസി കാറ് വേണം, വേൾഡ് ടൂറ് വേണം, എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ കൊടുക്കണം, നമുക്കൊരു റെക്കഗ്നിഷൻ ആവശ്യമുണ്ട്, ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലിയോടൊപ്പം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യണം, വലിയ വീടുകൾ വേണം. അങ്ങനെ നമുക്കുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, ഇത് നമ്മുടെ ചെറിയ ഇൻകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇപ്പം ചെയ്യുന്ന രീതി ഒന്ന് മാറ്റി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പം ക്യാഷ് സമ്പാദിക്കുന്ന രീതി നമ്മളൊന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ രണ്ട് തരം വരുമാന രീതിയാണ് അല്ലേ? ആക്റ്റീവ് ഇൻകം ഉണ്ട്, പാസീവ് ഇൻകം ഉണ്ട്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് നമ്മൾ വർക്ക് ചെയ്താൽ കൂലി, നാളെ വർക്ക് ചെയ്തില്ലെങ്കിൽ വരുമാനം ഇല്ല. അതിലേതൊക്കെ കാറ്റഗറിയാണ് വരുന്നത്? എംപ്ലോയി അല്ലെ സെൽഫ് എംപ്ലോയിഡ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇതിന് നമുക്ക് ആക്റ്റീവ് ഇൻകം എന്ന് പറയാം. ഇനി പാസീവ് ഇൻകം വരുന്നതോ ബിസിനസ് ഓണേഴ്സിന്, കമ്പനി ഓണേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പറയുന്നത് 5% വ്യക്തികൾ മാത്രമാണ് പാസീവ് ഇൻകത്തിലോട്ട് വരുന്നത്. അവരുടെ കൈകളിലാണെങ്കിലോ 95% സാമ്പത്തികവും അവരുടെ കയ്യിലാണ്. പക്ഷേ 95% വ്യക്തികളും വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് ഇൻകത്തിലാണ്. അവരുടെ കൈകളിൽ 5% മാത്രമാണ് അവിടെ ക്യാഷ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു അവസരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള ഈ ഒരു അവസരം നമ്മൾ പഠിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ വാങ്ങുന്ന രീതി പറഞ്ഞാൽ എന്താണ്? ട്രഡീഷണൽ ബിസിനസ്സാണ് അല്ലേ? നമ്മൾ കമ്പനി 35 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ വന്ന് നമ്മുടെ കൈകളിലോട്ട് 100 രൂപയ്ക്കാണ് എത്തുന്നത്. അപ്പോൾ ഇടനിലക്കാർക്ക് പോകുന്ന 65% നമ്മുടെ കൈകളിലോട്ടാണ് നമുക്കിവിടെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ അവസരം നമ്മളൊന്ന് കറക്റ്റ് മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത്. നമ്മൾക്ക് കിട്ടിയ ഗുണം നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു, എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്കവിടെ 1 രൂപ പോലും നമുക്ക് ചിലവാക്കേണ്ടി വരുന്നില്ല. നമ്മൾ ആധാർ കാർഡ്, ഫോൺ നമ്പർ കൊടുത്ത് നമുക്കൊരു ഡിസ്കൗണ്ട് കാർഡ് കിട്ടുന്നു. ഈ ഒരു കാർഡിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അവസരം വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ലോ റിസ്ക്, നമുക്കൊരു റിസ്ക്കും അവിടെ വരുന്നില്ല. പിന്നെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു തൂപ്പ് ജോലിക്ക് പോകണമെങ്കിൽ പോലും നമ്മളോട് അവിടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്കത് ആവശ്യമില്ല. പിന്നെ ഒരു കെട്ടിടങ്ങളോ മാൻ പവറോ ഒന്നും നമുക്കവിടെ ആവശ്യം വരുന്നില്ല. പിന്നെ പാസീവ് ഇൻകം, നമ്മൾ ഇന്ന് ചെയ്തു വെച്ചാൽ ഇന്നത്തേക്ക് മാത്രമല്ല കിട്ടുന്നത്, നമ്മൾ ഇന്ന് ചെയ്തു വെച്ചാൽ ഭാവിയിൽ എന്നത്തേക്കും നമുക്കവിടെ പാസീവ് ഇൻകം വരുന്നതാണ്. പിന്നെ ടൈം ഫ്രീഡം, നമുക്ക് ടൈം ഫ്രീഡമാണ്. നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. എപ്പോൾ വേണോ എങ്ങനെ വേണോ ചെയ്തു പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതൊരു ജോലിയുടെ കൂടെയും, പഠിക്കുന്നതാണോ ഏതൊരു വർക്കിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ 8ാമത്തെ പോയിന്റ് ബിസിനസ് ഫോർ ജനറേഷൻ, നമുക്ക് തലമുറകളിലോട്ട് ഇത് കൈമാറിപ്പോകാനുള്ളൊരു അവസരവും നമുക്കുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ലക്ഷം രൂപ വരുമാനത്തിലാവുമ്പോഴാണ് ഞാൻ ഇല്ലാതായത് എങ്കിൽ എൻ്റെ മക്കൾക്ക് ഇതേ അവസരം ഉപയോഗിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യ ഫസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് മോദി കെയർ എന്നുള്ളത്. 1996 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് മോദി കെയർ എന്നത്. ഇത് 1996 മിസ്റ്റർ സമീർ കുമാർ മോദി തുടങ്ങിയതാണ്. ഇനി നമുക്ക് മോദി കെയറിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, മുത്തശ്ശനായ റായ് ബഹദൂർ ഗുജറാൾ മോദി തുടങ്ങിയതാണ്.
അദ്ദേഹം തുടങ്ങി. അദ്ദേഹത്തിന് കാലശേഷം അച്ഛനായ കെ മോദി, അമ്മ ബീന മോദി നടത്തി വന്ന് ഇന്ന് സമീർ കുമാർ മോദി നടത്തി വരുന്ന ഒരു ബിസിനസ്സാണ് നമുക്ക് മോദി കെയർ എന്നുള്ളത്. ഇദ്ദേഹം അമേരിക്കയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യയിൽ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം വരുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഡയറക്റ്റ് സെല്ലിംഗ് നടത്തി വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും ഈ ബിസിനസ്സിനെ വിട്ടു നിൽക്കുകയോ മാറ്റി ചിന്തിക്കുകയോ ചെയ്യില്ല. എല്ലാവരെയും ഈ ഒരു അവസരത്തിലോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പങ്കാളിയാവും. നമ്മൾ ഈ അവസരം മനസ്സിലാക്കിയെടുക്കണം. പിന്നെ മോദിക്കറിൻ്റെ അച്ചീവ്മെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1800 കോടി സെയിൽസ് നടക്കുന്നുണ്ട്, 53 ലക്ഷം ഡയറക്റ്റ് സെല്ലേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, 5 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വെയർ ഹൗസ് ഓഫീസ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്, 18,000 പിൻകോഡുകളിൽ നമുക്കിപ്പോൾ 678581 എന്നൊരു പിൻകോഡ് ഉള്ളതുപോലെ 18,000 പിൻകോഡുകളിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, 14,000 ഡിസ്ട്രിബ്യൂഷൻ പോയിൻറ്റ്സുകൾ ഉണ്ട്. അതേപോലെ ഒരു ദിവസം 10,000-ലധികം ന്യൂ ജോയിൻ ആവുന്നുണ്ട്. ഇനി 5,000 ടൗണുകളിൽ പ്രൊഡക്റ്റുകൾ ലഭ്യമാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അവസരം നമുക്ക് മനസ്സിലായി. ഇനി ഇത് നമ്മളിലോട്ട് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അല്ലേ. മോദി കെയർ എന്നത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് എന്ന് പറഞ്ഞു, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ ഒന്ന് മാറ്റി വാങ്ങുമ്പോൾ നമുക്ക് ഈ ലക്ഷങ്ങളുടെ വരുമാനത്തിലോട്ട് എത്താനുള്ളൊരു അവസരവും വരുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹോം കെയർ, പേഴ്സണൽ കെയർ, ഓട്ടോ കെയർ, അതേഴ്സ്, അതേപോലെ മേക്കപ്പ്, അഗ്രി, ലൈഫ് സ്റ്റൈല്, സ്കിൻ കെയർ, ജ്വല്ലറി, വാച്ചസ്, ഫുഡ് ആൻഡ് ബിവറേജസ്, വെൽനെസ്, ലോണ്ടറി കെയർ, ഡിവൈൻ, ലേണിംഗ്, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് പ്രൊഡക്റ്റ് റേഞ്ച് നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു അവസരം ഉപയോഗിക്കുകയേ വേണ്ടൂ. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഒരു കടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ബ്രാൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഷോപ്പും മാറ്റാൻ പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കടകളിലോടും എല്ലാ കടക്കാരോടും നമ്മൾ ഈ ഒരു അവസരം ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരോട് മോദി കെയറിൻ്റെ ബ്രാൻഡ് കടകളിൽ വെക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ വാങ്ങുന്ന കട ഏതാണോ ആ കടയിൽ മോദി കെയറിൻ്റെ പ്രൊഡക്ട്സ് എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ലഭ്യമാകത്തക്ക രീതിയിലാണ് നമ്മളത് ചെയ്തു പോകുന്നതും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ 750-ലധികം പ്രൊഡക്റ്റ് റേഞ്ചുകൾ നമുക്ക് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസരം നമ്മളിലൂടെ ഇത് എത്ര പേർക്ക് ഷെയർ ചെയ്യപ്പെടുന്നു അതിനനുസരിച്ച് നമുക്ക് വരുമാനവും ലഭിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ പറഞ്ഞു ഷോപ്പൊന്ന് മാറ്റിയാൽ മതി, ബ്രാൻഡൊന്ന് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. അതിൽ നമുക്കിപ്പോൾ ഇതൊരു ബിസിനസ് അവസരമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഈ ഷോപ്പ് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ, കസ്റ്റമർ. എന്തായാലും ഏതൊരവസരത്തിലോട്ട് വരണമെങ്കിലും ആദ്യം നമ്മളൊരു മോദി കെയർ കസ്റ്റമർ ആയാൽ തന്നെ പറ്റുള്ളൂ അല്ലേ. കസ്റ്റമറാകാം, നമ്മുടെ വീട്ടിലോട്ട് മാത്രം വാങ്ങി ഉപയോഗിക്കാം, ആരോടും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ വരുമാനമാണ്. ഇനി അതല്ല, നമുക്ക് കിട്ടിയ ഗുണം നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് റീറ്റെയിലർ ആവാം, അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും എടുക്കാൻ പറ്റും. ഇനി ഇതിൽ കസ്റ്റമർ ആണെങ്കിലും റീറ്റെയിലർ ആണെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്, ഏത് അവസരമാണെങ്കിലും നമുക്ക് 7 ബെനിഫിറ്റ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ലഭിക്കുന്നത്. 100% മണി ബാക്ക് ഗ്യാരണ്ടി. നമ്മൾ ഉപയോഗിച്ച് പറഞ്ഞ സംതൃപ്തി കിട്ടിയില്ല എങ്കിൽ തിരിച്ചെടുത്ത് മുഴുവൻ ക്യാഷും തിരിച്ചു തരാം എന്ന് ഉറപ്പോടും കൂടിയാണ് നമ്മുടെ ഓണർ നമുക്ക് തരുന്നത്. സാധാരണഗതിയിൽ എങ്ങനെയാണ്? പൊട്ടിച്ച സാധനം തിരിച്ചെടുക്കില്ല എന്ന് പറ്റിയ ഒരു ബോർഡും കൂടെ കടകളിൽ ഉണ്ടാവും. ഇനി എല്ലാ പ്രൊഡക്റ്റുകളും എന്താണ്? 30% വരെയും ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ പർച്ചേസിനും നമുക്ക് 10% ഫ്രീ പ്രൊഡക്ട്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മോദി കെയർ ലോയാലിറ്റി ബോണസ് ലഭിക്കുന്നുണ്ട്. 7% മുതൽ 16% വരെ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും കടയിൽ ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിയിട്ട് നമ്മൾ ഇത്രയും വർഷം നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഏത് ബ്രാൻഡ് നമുക്ക് എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നിട്ടുണ്ട്? ഇതാണ് നമ്മൾ അവസരം മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇനി ഒരു ജനറൽ ഷോപ്പിൽ നമുക്ക് ഗ്യാരണ്ടി കിട്ടുന്നുണ്ടോ? ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടോ? ഓഫർ കിട്ടുന്നുണ്ടോ? ക്യാഷ് ബാക്ക്, മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടുന്നുണ്ടോ? ലോയാലിറ്റി കിട്ടുന്നുണ്ടോ? ഇതൊന്നും നമുക്കൊരു ഷോപ്പിലും ലഭിക്കുന്നില്ല. പക്ഷേ നമുക്ക് മോദി കെയർ ഷോപ്പിലോട്ട് വന്നാലോ 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ്. 20%, 30% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് ഒരു ബില്ലിൻ്റെ ഒരു അവസരത്തിലോട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥിരം നമ്മളൊരു വർക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നമ്മളൊരു 100 PV ക്ലബ് മെമ്പർ ആവാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു അവസരത്തിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇനി നമ്മൾക്ക് ഈ ഒരു അവസരം നമ്മളൊരു മോദിക്കർ ഒരു ബിസിനസ് അവസരമായിട്ടൊക്കെ എടുക്കുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊരു ഷെയർ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു 100 PV ക്ലബ് മെമ്പർ, അതായത് ഒരു 6480 രൂപ MRP വിലയുള്ള സാധനങ്ങൾ നമുക്ക് 5400 രൂപയ്ക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ 2700 BV ബിസിനസ് വോളിയം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉള്ളതാണ്. പിന്നെ ഡിസ്കൗണ്ട് 30% വരെയുള്ള ഡിസ്കൗണ്ടിലോട്ട് നമുക്ക് 1080 രൂപ ലഭിക്കുന്നുണ്ട്. പിന്നെ ഓഫർ 10% ഫ്രീ പ്രൊഡക്ട്സിലേക്ക് 600 രൂപയുടെ പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് 7% സബ്സിഡി 189 രൂപ ലഭിക്കുന്നുണ്ട്. പിന്നെ ലോയാലിറ്റി നമ്മൾ 6 മാസം എടുക്കുമ്പോൾ ഫ്രീ, 1 വർഷം എടുക്കുമ്പോൾ ഫ്രീ എന്നുള്ളതിലേക്ക് 1080 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2949 രൂപ അവിടെ തിരിച്ച് ബെനിഫിറ്റായിട്ട് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു കടയിൽ വാങ്ങിയാൽ 5400 ചിലവ് മാത്രമാണ്, 6480 ചിലവാണ്. ഇവിടെ നമുക്ക് 2949 ചിലവാകുന്നുള്ളൂ. നമ്മളവിടെ കൊടുക്കുന്നത് 5400. അപ്പോൾ നമുക്കവിടെ 2451 രൂപയെ ആക്ച്വൽ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരം നമ്മളൊന്ന് ബിസിനസ്സായിട്ട് എടുക്കുന്നവരൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി ഇതിൽ നമ്മൾ ഇതൊരു ജോലി എന്നുള്ള രീതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് 1 or 2 വരുമാനമേ വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ മോദിക്കർ ഒരു ബിസിനസ് അവസരം ഒരു ജോലിയായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് 12 തരത്തിൽ വരുമാനം വരുന്നുണ്ട്. ഒന്നാമത്തെ സേവിങ്സ് ഓൺ കൺസംഷൻ, പിന്നെ രണ്ടാമത്തെ റീറ്റെയിൽ പ്രോഫിറ്റ്, മൂന്നാമത് 7% മുതൽ 16% വരെ ബാങ്ക് അക്കൗണ്ടിലോട്ട് സബ്സിഡി വരുന്നുണ്ട്. 4% ഡയറക്ടർ ബോണസ് പൂൾ വരുന്നുണ്ട്. 15% ടീം ബോണസ് വരുന്നുണ്ട്. 7% ബോണസ് പൂൾ വരുന്നുണ്ട്, ബിൽഡർ ബോണസ് പൂള്. 2% ഡയമണ്ട് ബോണസ് പൂൾ വരുന്നുണ്ട്. 2% ട്രാവൽ ഫണ്ട് പൂൾ വരുന്നുണ്ട്. 5% കാർ ഫണ്ട്. 3% വീടിനുള്ള ഫണ്ട് വരുന്നുണ്ട്. 17% ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് വരുന്നുണ്ട്. ഇനി ഇയർലി ബോണസ് 1% വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 12 തരത്തിലായിട്ടാണ് വരുമാനം നമുക്ക് ലഭിക്കുന്നത്. ഇനി ഒന്നാമത്തേത് പറഞ്ഞു ലോയാലിറ്റി പ്രോഗ്രാം. ലോയാലിറ്റി പറഞ്ഞാൽ നമ്മൾ ഒരു മോദിക്കർ ഷോപ്പിൽ നിന്ന് മിനിമം 6 മാസം പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് ഒരു 1800 രൂപ മുതൽ 7000 രൂപ വരെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 7ാമത്തെ മാസം ആവറേജ് ഫ്രീ ലഭിക്കുന്നതാണ്. ഇത് മിനിമം 1800 ആണെങ്കിൽ 80%, 2500 മുകളിൽ 7000 രൂപ വരെയാണെങ്കിൽ 7000 ഫ്രീ ആയിട്ട് ആവറേജ് ഫ്രീ ലഭിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് പറയുന്നത് ലോയാലിറ്റി പ്ലസ് എന്നുള്ള പ്രോഗ്രാം. നമ്മളിപ്പോൾ 1 വർഷം തികച്ചെടുക്കുന്ന സമയത്ത് ആദ്യത്തെ 6 മാസം എടുത്തു, രണ്ടാമത്തെ 6 മാസം വരുമ്പോൾ 6 മാസത്തെയും കിട്ടുന്നുണ്ട്, 1 വർഷം തികയുമ്പോൾ അപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു 7000 രൂപയുടെ കസ്റ്റമറാണ് നമ്മളെന്ന് വെച്ചോ, നമുക്ക് 6 മാസം എടുക്കുമ്പോൾ 7000 കിട്ടുന്നു, 13ാമത്തെ മാസം എത്തുമ്പോൾ 7000 + 7000, 6 മാസത്തെയും 1 വർഷത്തെയും, അങ്ങനെ നമുക്ക് 14,000 രൂപ. 1 വർഷം എടുക്കുമ്പോൾ നമുക്ക് 21,000 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ സൗജന്യ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്തു നിന്നും ഒരു കടയിൽ നിന്നും ഈ ഒരു അവസരം നമുക്ക് ലഭിക്കുന്നില്ല എന്നോർക്കുക. ഇനി ഇത് നമ്മളൊരു ബിസിനസ് അവസരമായി കാണുമ്പോൾ നമുക്ക് എന്താണ്, ഒന്നാമത്തെ സെൽഫ് യൂസ് ആണ്. ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ല, നമ്മൾ നേരിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കവിടെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സെൽഫ് യൂസ്. അപ്പം നമ്മളൊരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്കവിടെ റീറ്റെയിൽ പ്രോഫിറ്റായിട്ട് 600 രൂപ നമുക്ക് അപ്പം തന്നെ കിട്ടി. 3600 രൂപയുടെ സാധനം നമുക്ക് 3000 രൂപയ്ക്ക് കിട്ടുന്നത്, 600 രൂപ അപ്പം തന്നെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടി. ഇനി പ്രൊഡക്റ്റ് ഇത് അപ്പം തന്നെ നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റിലോട്ട് 300 രൂപ ലഭിച്ചു. ഇനി നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ് വെർത്ത് 750 രൂപയുടെ നമുക്ക് ലോയാലിറ്റി പ്ലസ് പ്രോഗ്രാമിലോട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ അക്യുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് സബ്സിഡി ആയിട്ട് 105 രൂപ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു 3000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് 1755 രൂപയും അവിടെ ലാഭമാണ്. അപ്പോൾ 1245 രൂപ മാത്രമാണ് നമുക്കവിടെ ചിലവ്.
എത്ര രൂപയുടെ സാധനങ്ങൾ? 3600 രൂപയുടെ സാധനങ്ങൾ കയ്യിലും കിട്ടുന്നുണ്ട്. ഈ ഒരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഷെയർ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ഡിസ്കൗണ്ട് കാർഡ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൈ മോദി കെയർ ഷോപ്പ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ലിങ്ക് നമ്മൾ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ ഇന്ത്യക്കകത്ത് എവിടെയും അവർക്ക് ഹോം ഡെലിവറി ആയിട്ട് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അവർക്കും വരുമാനമാണ്, നമുക്കും വരുമാനമാണ്. അതിനുശേഷം അവർക്കും നമ്മുടെ കൂടെ ഒരു ഡിസ്കൗണ്ട് കാർഡ് നമുക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്പോൺസർ എന്നുള്ളത്. നമ്മളിപ്പോൾ ജോയിൻ ചെയ്തു, നമ്മളൊരു 4 വ്യക്തികൾക്ക് ഈ ഒരു അവസരം ഷെയർ ചെയ്തു. നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റുകളുടെ ഗുണം പറഞ്ഞു കൊടുത്തു, അവരോടും ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരെ നമുക്ക് ന്യൂ ജോയിനി ആക്കി, അവരെ നമ്മുടെ കൂടെ ഒരു കസ്റ്റമറാക്കി, അവരെ നമ്മൾ ഇതിലോട്ട് എന്താ പറയുക, അവരുടെ ലൈഫിനെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും, അവരെ സഹായിക്കാനായിട്ട് നമുക്കും സാധിക്കും. അപ്പം നമ്മളിലൂടെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ആർക്കും ഈ ഒരു അവസരം വിനിയോഗിക്കാൻ പറ്റും. ഇതെന്താണ്? നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. എങ്ങനെ? ട്രാവൽ ഫണ്ടാവാം, കാർ ഫണ്ടാവാം, ഹൗസ് ഫണ്ടാവാം. നമ്മുടെ ഡ്രീം ലൈഫ് സ്റ്റൈല് നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു അവസരം ഉപയോഗിക്കാം. ഇനി ഇതിൽ ടൈറ്റിൽ ഇൻകം, നമുക്കിപ്പോൾ ഇതൊരു ബിസിനസ് ആകുമ്പോൾ എന്താണ്, നമുക്ക് വരുമാനം കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമ്മളിനി മോദി കെയർ അവസരം ഒരു ബിസിനസ് അവസരമാക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ PVയും PGPVയും പെർസെൻറ്റേജുകളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു 7% മുതൽ 16% വരെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിത് വരുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു ഡയറക്ടർ എബോവ് ആണ് എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു സോപ്പ് മതിയോ, ഒരു പേസ്റ്റ് മതിയോ, അത് നമുക്ക് എടുക്കാം. നമുക്ക് എന്താണോ വേണ്ടത് അതെടുത്താൽ മതി. അതിൻ്റെ PV നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് ആഡായി വരുന്നുണ്ട്. ഇനി നമ്മളൊരു ഡയറക്ടർ എന്നുള്ള രീതിയിലോട്ട് എത്തുമ്പോൾ നമുക്ക് 30 PVയാണ് വേണ്ടി വരുന്നത്, 1100 PGPVയും. ഇനി നമ്മൾ സീനിയർ ഡയറക്ടർ ആകുമ്പോഴും നമുക്ക് 30 PV, 900 PGPV വരുന്നത്. ഇനി അതുപോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് 30 PV, 600 PGPV വേണ്ടത്. ഇനി സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോൾ പേഴ്സണൽ PV 30ഉം PGPV 300ഉമാണ് വേണ്ടി വരുന്നത്. ഇനി പ്ലാറ്റിനം ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് 30 PVയും PGPVയിലോട്ട് 100ഉമാണ് വേണ്ടി വരുന്നത്. ഇനി ഡയമണ്ട് ഡയറക്ടർ എബോക്ക് നമുക്ക് 30 PPV പേഴ്സണൽ PV മാത്രം മതി. അതേപോലെ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ, റെഡ് ഡയമണ്ട് ഡയറക്ടർ, ഗ്ലോബൽ റെഡ് ഡയമണ്ട് ഡയറക്ടർക്കൊക്കെ 30 പേഴ്സണൽ PV മാത്രം മതിയാവും. ഇനി നമ്മളിതിൽ പറഞ്ഞു 7% മുതൽ 16% വരെയാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് സബ്സിഡി വരുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു അവസരത്തിലോട്ട് നമുക്കിപ്പോൾ ഒരു 100 മുതൽ 15,000 വരെ വരുമാനത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഇനി സീനിയർ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് ഒരു 10,000 രൂപ മുതൽ 30,000 രൂപ വരെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്ന സമയത്ത് 20,000 രൂപ മുതൽ 50,000 രൂപ വരെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോൾ 30,000 രൂപ മുതൽ 1,00,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്ലാറ്റിനം ഡയറക്ടർ ആകുന്ന സമയത്ത് 50,000 രൂപ മുതൽ 4,00,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഡയമണ്ട് ഡയറക്ടർ ആകുന്ന സമയത്ത് 1,00,000 മുതൽ 10,00,000 രൂപ വരെ, പിന്നെ നമുക്ക് കോടിപതിയായിട്ട് മാറാനായിട്ട് അവിടെ അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്ന് തുടങ്ങി ഇത് എല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കും. നമ്മൾ ഉപയോഗിക്കുക, പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു അവസരം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. സക്സസ് പ്രിൻസിപ്പിൾസ് ബൈ മോദി കെയർ SPBM നമ്മളൊന്ന് കറക്റ്റ് ഫോളോ ചെയ്താൽ അതിലൊരുപാട്, ഇപ്പോൾ റോഡ് ടു ഫ്രീഡം ആപ്പുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, അക്കാദമി ഉണ്ട്. നമുക്കിത് ഷെയർ ചെയ്യണോ, നമുക്ക് പഠിച്ചെടുക്കണോ, ആ രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു 3 ചോദ്യങ്ങളാണ്. നമ്മളല്ലെങ്കിൽ പിന്നെ ആര്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതൊരു അവസരം മനസ്സിലാക്കിയെടുക്കുക, എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യുക.
അപ്പോൾ ഈ ഒരു അവസരത്തിലോട്ട് നമ്മളിപ്പോൾ ഏതൊരു ജേണി നമ്മളിപ്പോൾ ഒരു 1000 മൈൽ നടക്കണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ നമുക്കിവിടെ പറ്റുന്നുള്ളൂ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് തയ്യാറാവുക. അപ്പം നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റുക, നമ്മൾ സ്വയം മാറുക, നമുക്ക് ഈ ലോകത്തെ തന്നെ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.